ഹലോ, മാളു സ്പെഷ്യൽസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ 65 ആട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നതിൽ വെച്ച് കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു അടിപൊളിയായിട്ട് നമുക്ക് എങ്ങനെ നമ്മളുടെ വീട്ടിൽ ചിക്കൻ 65 എങ്ങനെ ഉണ്ടാക്കാമെന്നാട്ടോ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്, നിങ്ങൾക്ക് കഴിച്ചാൽ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ ചിക്കനാണ്. ഇത് ഞാൻ ഉപ്പും തൈരും കൂടെ സോക്ക് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം വീണ്ടും നല്ല വെള്ളത്തിൽ കഴുകിയ ചിക്കനാണ്. അങ്ങനെ ചെയ്യണമെങ്കിൽ ചിക്കൻ്റെ സ്മെല്ലും നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിന് പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അത് ചെയ്ത് അതിൻ്റെ വ്യത്യാസം നന്നായിട്ട് അറിയാൻ പറ്റും. നന്നായി വൃത്തിയായി കഴുകിയതാണ്. ഇനി നമുക്കിതിനെ മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 സ്പൂണ് മുളക് പൊടിയാണ് ഇവിടെ എടുക്കുന്നത്, 2 സ്പൂണ് മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണോളം ഗരം മസാല, 2.5 സ്പൂണ് കുരുമുളക് പൊടി, ഒരു 2.5 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/4 സ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടി, പിന്നെ പകുതി ചെറുനാരങ്ങ അതിൻ്റെ നീര് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കറിവേപ്പിലയാണ്. അത് രണ്ടും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 സ്പൂണ് തൈര്, കട്ട തൈരാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത്, അത് 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. ഒരു 4 സ്പൂണ് കോൺഫ്ലവർ പൗഡറാണ്. ഒരു 2 സ്പൂണോളം അരിപ്പൊടി, അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ആദ്യം നമ്മളിത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ബാറ്ററിൽ വെള്ളം ഒഴിക്കാൻ. കാരണം അല്ലെങ്കിൽ ഇതൊക്കെ കൂടെ കട്ട പിടിച്ചൊരു ഇതാവും. അത് മാറ്റാൻ വേണ്ടി ആദ്യമേ തന്നെ നമ്മൾ ഇതെല്ലാം ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ഇതിൽ ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഒരുപാട് വെള്ളം ആവാതിരിക്കാനാണ് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു കുഴമ്പൻ രൂപത്തിൽ നമുക്ക് ചിക്കനിൽ ആ മസാല പിടിക്കാനുള്ള പാകത്തിലുള്ള വെള്ളം മാത്രം മതി. ചിക്കനിൽ ഓൾറെഡി നമുക്ക് അതിൽ വെള്ളം തനിയെ വരും, അപ്പോൾ അതിന് പിടിക്കാനുള്ള വെള്ളം മാത്രം ഒരു കുഴമ്പൻ രൂപത്തിൽ ഞാൻ ഇവിടെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അതിനെ യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ എന്നാലും നമുക്ക് അതിൻ്റെ ആ മസാലയൊക്കെ പിടിച്ച് ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. എല്ലാവരെയും നന്നായിട്ട് ഒപ്പം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്കിത് ഒരു 3 മണിക്കൂർ ഇങ്ങനെ അടച്ചു വയ്ക്കാം. ഇവിടെ ഏകദേശം 3 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഇതിലേക്ക് ഞാൻ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ഈ മസാല ചിക്കനിൽ ഇട്ടാച്ച മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. പടിയിൽ അതിൻ്റെ മിക്സ് വെള്ളമായിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടെ അതിൽ കൂട്ടാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്നും കൂടെ മിക്സ് ചെയ്യാൻ പറയണത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ എടുത്തിട്ട് എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. പാർട്ടായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമുക്ക് ചിക്കൻ 65 തന്നെ 2 തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ കടയിലൊക്കെ വാങ്ങുന്ന സമയത്ത്, റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് അധികം സോസ് ഉപയോഗിക്കാറില്ല. ഇപ്പം നമ്മൾ ഇവിടെ നമ്മൾ വീട്ടിലുണ്ടാക്കല്ലേ, അപ്പോൾ കുറച്ചും കൂടെ നന്നാവാൻ വേണ്ടിയിട്ട് സോസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ ഈ ചിക്കൻ 65 പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ സോസ് ഉപയോഗിക്കാതെയാണ് ചിക്കൻ 65 ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നതിൽ കുറച്ചും കൂടെ എരിവിൻ്റെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ. 2 രീതിയിലും ഉണ്ടാക്കാം. ഇപ്പോൾ എൻ്റെ ഒരു പാർട്ട് ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ എല്ലാ ചിക്കനും ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം കേട്ടോ. സോസിനായിട്ട് ആദ്യം ഞാൻ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഏത് എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾക്ക് അതിലേക്ക് 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് അതിൽ കറിവേപ്പില 2 കൊത്ത് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക്, മാക്സിമം 3 പച്ചമുളക്, എരിവിൻ്റെ അതനുസരിച്ചിട്ട് പച്ചമുളക് ഇടാം. നെടുകെ കീറിയ പച്ചമുളക് 2 അല്ലെങ്കിൽ 3 8 അല്ലി അല്ലെങ്കിൽ 9 അല്ലിയോളം വെളുത്തുള്ളി. ഇവിടെ ചില്ലി ഗാർലിക് സോസ് കിട്ടിയില്ല, അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെളുത്തുള്ളി യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടി, ഒരു 1/4 സ്പൂണ് കുരുമുളകിൻ്റെ പൊടി, പിന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാല. എന്നിട്ട് ഇതെല്ലാം കൂടെ മസാലകളെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1 സ്പൂണ് നാരങ്ങ നീര് കൂടെ ചേർക്കണം, എന്നാലേ അതിൻ്റെ പുളിപ്പൊക്കെ വന്നിട്ട് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ 1 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഞാനിവിടെ. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ സോസാണ്. ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസാണ്. ഇവിടെ ശരിക്കും സാധാരണ യൂസ് ചെയ്യുന്നത് ചില്ലി ഗാർലിക് സോസാണ്. എനിക്ക് ആ സോസ് കിട്ടാത്ത കാരണമാണ് ഞാൻ ഈ ചില്ലി സോസ് വെച്ചത്. അതിൻ്റെ പകരമാണ് ഞാൻ വെളുത്തുള്ളി 8 അല്ലി അരിഞ്ഞിട്ടു എന്ന് പറഞ്ഞല്ലോ, അത് ഇത് കിട്ടാത്ത കാരണമാണ്. നിങ്ങൾക്ക് സോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് കാണാനൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കളർ കൂടെ നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർക്കണം കേട്ടോ. ചിക്കനിൽ നമ്മൾ എത്രയുണ്ട് അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ആ സോസൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കണ വരെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും സോസ് പിടിച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നല്ല ടേസ്റ്റ്. ഞങ്ങൾക്ക് കഴിച്ച കാരണം അതിൻ്റെ ടേസ്റ്റൊക്കെ ഇങ്ങനെ വായിൽ വരികയാണ്. അപ്പം ഞാനിത് ആയിട്ടിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സിമ്പിളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്ക് നമുക്ക് ഒരു മായവും ചേർക്കാതെ നമ്മുടെ വീട്ടിലുണ്ടാക്കുകയാണ്. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ഓക്കെ, ബൈ, താങ്ക് യു.